നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കം 9 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ബിജെപി പ്രഖ്യാപിച്ചു. ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കും. കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ഭിട്ടു രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. കിരൺ ചൌധരി ഹരിയാന, മമത മോഹന്ത ഒഡീഷ, രാജീവ് ഭട്ടാചാർജ് ത്രിപുര, അതുപോലെ തന്നെ ധൈര്യശീൽ പാട്ടീൽ മഹാരാഷ്ട്ര, മനൽ കുമാർ മിശ്ര ബീഹാർ, മിഷൻ രഞ്ജൻ ദാസ് ആസാം, രാമേശ്വർ തെല്ലി എന്നിവരാണ് മറ്റു സ്ഥാനാർത്ഥികൾ. 12 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 3 നടക്കും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഓഗസ്റ്റ് 14 മുതൽ 21 വരെ പുരോഗമിക്കുകയാണ്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സിറ്റിംഗ് അംഗങ്ങളായ കേന്ദ്രമന്ത്രിമാർ പീയൂഷ് ഗോയൽ, സർബാനന്ദ സോനോവാൾ, ജ്യോതിരാദിത്യ സിന്ധ്യ എന്നിവരുടേതടക്കം 10 സീറ്റുകൾ ഒഴിവ് വന്നിരുന്നു. തെലങ്കാനയിലെയും ഒഡീഷയിലെയും 2 സീറ്റുകളിലേക്കും ഒഴിവ് വന്നു. ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി രാജ്യസഭയിൽ NDAക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടായി രാജ്യസഭയിൽ സർക്കാരിന് ബില്ലുകൾ പാസാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിന്റെ അംഗബലം തടസ്സമായിരുന്നു. നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ, YS ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് എന്നീ NDA ഇതര കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് സർക്കാർ ബില്ലുകൾ രാജ്യസഭയുടെ കടമ്പ കടത്തിയിരുന്നത്. ഒഡീഷയിൽ 24 വർഷത്തിനു ശേഷം അധികാര നഷ്ടമായ BJD ഇപ്പോൾ BJPക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. BJDക്ക് രാജ്യസഭയിൽ 8 അംഗങ്ങളാണുള്ളത്. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന് കൈകൊടുത്ത പശ്ചാത്തലത്തിൽ YSR കോൺഗ്രസിന്റെ പിന്തുണ ഇനി കിട്ടുമോ എന്നും സംശയമാണ്. 229 അംഗ രാജ്യസഭയിൽ NDAക്ക് 105 MPമാരുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 6 അംഗങ്ങൾ കൂട്ടുമ്പോഴും NDAയുടെ കരുത്ത് 111 ആകും. 115 ഭൂരിപക്ഷത്തിന് വേണ്ടത്. 4 അംഗങ്ങളുടെ കുറവുണ്ട്. 12 സീറ്റിൽ 11 ജയിക്കാമെന്നാണ് NDA കണക്കുകൂട്ടുന്നത്. അതോടെ NDAക്ക് 122 അംഗങ്ങളാകും. BJP 9 സീറ്റിലും സഖ്യകക്ഷികളായ ഉപേന്ദ്ര കുശ്വാഹയുടെ RLPയുടെ അജിത് പവാറിന്റെ NCPയും ജയിച്ച് കയറിയേക്കും.